റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ. ഒന്നാമത്തെ എന്താ? ശരിക്ക് ശരി നൽകാം എന്നാണ്. ശരിക്ക് ശരി നൽകാം. താഴെ ഒരു 5 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു 2-3 ഉത്തരങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ 3 ഉത്തരങ്ങൾ വീതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒന്നേ ശരി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ തെറ്റേക്കാരം. അപ്പോൾ ശരിയുള്ളത് ശരിയിട്ടാൽ മതി, തെറ്റുള്ളത് തെറ്റിടേണ്ട ആവശ്യമില്ല. അങ്ങനെ ശരിയും തെറ്റും ഇടാൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ശരിയും തെറ്റും ഇടാം. പക്ഷേ ഇവിടെ ചോദ്യം നോക്കൂ, ശരിക്ക് ശരി നൽകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഓരോന്നും ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. ഇവിടെ ഒന്നാമത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അതാണ് ഒന്നാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് മക്കയിൽ, കൂഫയിൽ, മദീനയിൽ. ഇങ്ങനെ 3 ഓപ്ഷൻസാണ്. എവിടെയാണ് നബി തങ്ങൾ വഫാത്തായത്? മദീനയിലാണല്ലേ. അപ്പോൾ ഇത് അവസാനത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ശരിയിട്ട മദീനയിൽ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ആമിന ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ആമിന ബീവി നബിയുടെ ആരാണ്? പോറ്റുമ്മ, പെറ്റുമ്മ, ഇളയുമ്മ. ഇതിലേതാണ്? അതിൽ ആമിന ബീവി നബിയുടെ പെറ്റുമ്മയാണല്ലേ. അപ്പോൾ ഇത് രണ്ടാമത്തത് ഇതാണ് അവിടെ ശരിയുള്ളത്, പെറ്റുമ്മയാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. നബി തങ്ങൾ ജനിച്ചത് മക്കയിൽ, മദീനയിൽ, ബസ്റയിൽ. എവിടെയാണ്? നബി തങ്ങൾ ജനിച്ചതാണ്. അപ്പോൾ അത് മക്കയിലാണല്ലേ. ഇതാ മക്കയിൽ. ജനിച്ചതും വഫാത്തായതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ജനിച്ചത് മക്കയിൽ, വഫാത്തായത് മദീനയിൽ. ഇനി 4ാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. നബി തങ്ങളുടെ വയസ്സ് എത്ര? ഇവിടെ 53, 63, 43. അതിലെത്രയാണ്? 63 നബി തങ്ങളുടെ വയസ്സ്. അപ്പോൾ അത് രണ്ടാമത്തതാണ്. ഇതാ 63. അപ്പോൾ ഇവിടെ ശരിയിട്ട. അപ്പോൾ അതായി. ഇനി 5ാമത്തെ ചോദ്യം എന്താ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിച്ചത്. നമ്മുടെ നബിക്ക് നുബൂവത്ത് ലഭിച്ചത് 50-ാം വയസ്സിൽ, 40-ാം വയസ്സിൽ, 60-ാം വയസ്സിൽ. നുബൂവത്ത് ലഭിച്ചത് എത്രാം വയസ്സിലാണ്? 40-ാം വയസ്സിലാണ്. അത് അവിടെ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയിടാം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്, ഒന്നാമത്തെ ചോദ്യം നബി തങ്ങൾ വഫാത്തായതാണ്, അത് മദീനയിൽ. അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ രണ്ടാമത്തത് ആമിന ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെറ്റുമ്മ. പിന്നെ മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് മക്കയിൽ. പിന്നെ 4ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 63. പിന്നെ 5ാമത്തത് നമ്മുടെ നബിക്ക് നുബുവത്ത് ലഭിച്ചത് 40-ാം വയസ്സിൽ. അതൊക്കെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി 2ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. പൂർത്തിയാക്കി എഴുതാം എന്നാണ്. താഴെ ഒരു 3 ചോദ്യങ്ങളാണുള്ളത്. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇവിടൊക്കെ പൂരിപ്പിക്കാനാണ്. അവസാന ഭാഗം പൂർത്തിയാക്കി എഴുതാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ. ആരാണ് നബി തങ്ങളുടെ ഉപ്പ? ആ പേര് ഇവിടെ എഴുതി കൊടുത്താൽ അത് പൂർത്തിയായി. അബ്ദുള്ള. നമുക്കറിയാലോ നബി തങ്ങളുടെ ഉപ്പ അബ്ദുള്ള. അപ്പോൾ അത് കംപ്ലീറ്റായി. ഇനി രണ്ടാമത്തത് എന്താ? നമ്മുടെ നബിക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്. നബിക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി എന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഹിജറ പോയി എന്നിവിടെ എഴുതിയാൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റായി. ഹിജറ പോയി എന്ന് എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ എന്താ? അള്ളാഹു നമുക്ക് വസിക്കാൻ. അള്ളാഹു നമുക്ക് വസിക്കാൻ എന്താ തന്നത്? ഭൂമി തന്നു. വസിക്കാൻ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ എന്നാണ്. ഭൂമി തന്നു. അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു. അങ്ങനെ എഴുതിയാൽ അത് കംപ്ലീറ്റായി. അപ്പോൾ അങ്ങനെ അത് നമുക്ക് പൂർത്തിയാക്കാം. ഇനി 3ാമത്തെ ആക്ടിവിറ്റി. മലക്കുകളിൽ ഏറ്റവും പ്രധാനികളായ 4 മലക്കുകളുടെ പേരെഴുതാം. മലക്കുകളിൽ ഏറ്റവും പ്രധാനികളായ 4 മലക്കുകളുടെ പേര് എഴുതാൻ. മലക്കുകളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത്
ഏറ്റവും പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ മലക്കിൻ്റെ പേര് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെഴുതാം. ഇനി രണ്ടാമത്തത് എന്താ? മീകായിൽ അലൈഹിസ്സലാം. രണ്ടാമത്തെ മലക്ക് മീകായിൽ അലൈഹിസ്സലാം. ഇപ്പോൾ 2 മലക്കുകളുടെ പേരായി. ഇനി മൂന്നാമത്തത് ഏതാ? ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പോൾ 3 മലക്കുകളുടെ പേരായി. ഇനി നാലാമത്തത് അസ്റായീൽ അലൈഹിസ്സലാം. അപ്പോൾ ഏറ്റവും പ്രധാനികളായ 4 മലക്കുകളുടെ പേരാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം ഈ 4 മലക്കുകളെ പേരെഴുതിയിട്ടുണ്ട്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം എന്നാണ്. അതിൽ ഒരു ചോദ്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം എഴുതാം എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. അതാണ് അതിൻ്റെ അർത്ഥം. ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇനി 5ാമത്തെ ആക്ടിവിറ്റി കള്ളികളിൽ യോജിച്ചവ ചേർക്കാം എന്നാണ്. കള്ളികളിൽ യോജിച്ചവ ചേർക്കാം. അതിലിവിടെ 4 കാര്യങ്ങൾ എല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലാസ്റ്റ് അള്ളാഹു എന്നുണ്ട്. അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട നമ്മളങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാം തന്നവൻ അള്ളാഹു, അതൊന്ന് ഇതാ. എല്ലാം തന്നവൻ അള്ളാഹു. അങ്ങനെ പുട്ടി വായിച്ചാൽ നമ്മളങ്ങനെ പാട്ടൊക്കെ പഠിച്ചല്ലോ അല്ലേ. പിന്നെ എല്ലാം കേൾക്കും അല്ലെങ്കിൽ എല്ലാം കാണും. പുസ്തകത്തിൽ എല്ലാം കാണുന്നതായിരിക്കും ആദ്യം. അപ്പോൾ ഓർഡർ വേണമെന്നൊന്നുമില്ല, ഇവിടെ കറക്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ എല്ലാം കാണും അള്ളാഹു, അങ്ങനെ കംപ്ലീറ്റ് ആക്കുക. പിന്നെ മറ്റൊന്ന് എല്ലാം കേൾക്കും. കേൾക്കും എന്ന് ഇവിടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കേൾക്കും അള്ളാഹു. പിന്നെ എല്ലാം അറിയും എന്നും കൂടി ഉണ്ട്. അത് പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക. ചിലപ്പോൾ അതൊന്നൊക്കെ പൂരിപ്പിക്കാനൊക്കെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം തന്നവൻ അള്ളാഹു, എല്ലാം കാണും അള്ളാഹു, എല്ലാം കേൾക്കും അള്ളാഹു, അങ്ങനെ എഴുതാം. ഇനി അതിൽ തന്നെ 2ാമത്തെ ഒരു ചോദ്യം എന്താണ്? അള്ളാഹു എന്നെന്നും ഡാഷ്. അതേപോലെ അള്ളാഹു കുടിക്കാൻ ഡാഷ്. പിന്നെ അള്ളാഹു ശ്വസിക്കാൻ ഡാഷ്. എന്താണ്? അള്ളാഹു എന്നെന്നും ഉള്ളവൻ അല്ലെങ്കിൽ ഉള്ളവനാണ് എന്നൊക്കെ എഴുതാം. പിന്നെ അള്ളാഹു കുടിക്കാൻ എന്ത് തരുന്നു? കുടിക്കാൻ വെള്ളം തരുന്നു എന്നല്ലേ. അപ്പോൾ വെള്ളം തരുന്നു എന്നിവിടെ ചേർക്കാം. അപ്പോൾ അത് കറക്റ്റായി. ഇനി അള്ളാഹു ശ്വസിക്കാൻ എന്ത് തരുന്നു? വായു തരുന്നു. അള്ളാഹു ശ്വസിക്കാൻ വായു തരുന്നു. അള്ളാഹു എന്നെന്നും ഉള്ളവൻ. പിന്നെ അള്ളാഹു കുടിക്കാൻ വെള്ളം തരുന്നു. പിന്നെ അള്ളാഹു ശ്വസിക്കാൻ വായു തരുന്നു. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആക്കി എഴുതി കൊടുക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.